നമസ്കാരം, എല്ലാവർക്കും രുചിമേളത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു തോരൻ അല്ലെങ്കിൽ മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ എന്താ ഉപ്പേരി അങ്ങനെയൊക്കെ പറയാം. ഞങ്ങളുടെ ഇവിടെയൊക്കെ സാധാരണ തോരനെയും മെഴുക്കുപുരട്ടീനും ഒക്കെ നമ്മൾ ഉപ്പേരി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് ചക്കക്കുരു മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചക്കക്കുരു മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചക്കക്കുരു മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഇതേപോലെ ഒരു ബൗളിൽ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ നീളനെയാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ഈ ചുവപ്പ് കളറിലുള്ള തോലൊന്നും കളയേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയാണ്. അത് കുറച്ച് അധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ചെടുത്തതാണ്, കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, കല്ലിൽ വെച്ച് ചതച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അതായത് മുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ എടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ മെഴുക്കുപുരട്ടിയിൽ ചേർക്കാത്ത 2 സാധനങ്ങളാണ് ഈ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും. അപ്പോൾ നമ്മളിത് ചക്കക്കുരുവിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു മെഴുക്കുപുരട്ടിയിൽ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മളിതിൽ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ ഈ ചക്കക്കുരുവിനെ ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഊറ്റിയെടുത്തിരിക്കുന്നതാണ്. കുക്കറിൽ ഏകദേശം ഒരു 2 വിസിൽ വരുത്തിയാൽ മതിയാവും. എന്നിട്ട് പ്രഷർ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ നാടൻ രീതിയിലൊക്കെ തയ്യാറാക്കുന്ന സാധനങ്ങൾക്ക് എല്ലാത്തിനും വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത്, അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ചുമന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായി മൂത്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ചായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് കളർ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണം തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകൾ കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടു, മുളക് ചതച്ചത്, മുളക് പൊടി, ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മസാലകൾ ചേർക്കുമ്പോൾ ഗ്യാസ് ഫ്ലെയിം ലോയിലിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം മസാലകൾ ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കുക്കറിൽ. എന്നിട്ട് അത് ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു മെഴുക്കുപുരട്ടി നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയാവും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചുമന്നുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ എത്ര കൂടുതൽ ചുമന്നുള്ളി ചേർക്കുന്നോ അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.